ഹായ് ഫ്രണ്ട്സ്, വിഫോർസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകണം മന്ത്ലി സാലറി 40,000 രൂപയാണെങ്കിൽ നമ്മൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യും എന്നാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഞാൻ ഇതിൻ്റെ അകത്ത് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കാറ്റഗറി, റെക്കമെൻഡഡ് ആൻഡ് എമൗണ്ട് ആണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഫസ്റ്റിലത്തെ എന്ന് പറയുന്നത് നമുക്ക് ഗ്രോസറിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അത് 20% ആണ് നമുക്ക് ഗ്രോസറിക്കകത്ത് പറയുന്നത്. അത് 8,000 രൂപയാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടാണ്. ട്രാൻസ്പോർട്ട് 12.5%, അതായത് 5,000 രൂപ നമ്മൾ ട്രാൻസ്പോർട്ടിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റീസ് ആണ്, അതായത് ഇലക്ട്രിസിറ്റി, വൈഫൈ, ഗ്യാസ്, മൊബൈൽ ആൻഡ് വാട്ടർ. ഇത് 7.5% നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്, അതായത് 3,000 രൂപ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതായത് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് 5% ആണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്, അത് 2,000 രൂപ. ഇത് വർഷമാകുമ്പോൾ നമുക്ക് ഒരു എമൗണ്ട് ആയിട്ട് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് EMI ആൻഡ് ലോൺസ് ആണ്. അത് നമ്മൾ 10% നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്, 4,000 രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ എക്സ്പെൻസ് ആണ്. അത് നമ്മൾ 12.5% ആണ്, അത് 5,000 റുപ്പീസാണ്. അത് നമ്മൾ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അത് നമ്മൾ 20% ആണ് പറഞ്ഞിരിക്കുന്നത്, അതായത് 8,000 രൂപ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എട്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എമർജൻസി ഫണ്ടാണ്. അതായത് 7.5%, അതായത് 3,000 രൂപ നമ്മൾ എമർജൻസി ഫണ്ടിലോട്ട് മാറ്റി വെച്ചിരിക്കുന്നു. ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് 5% ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് 2,000 രൂപ. അത് മുകളിലുള്ള ഏത് കാറ്റഗറിയിലാണെങ്കിലും എമൗണ്ട് കുറവാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. സോ മുകളിലുള്ള എല്ലാ കാറ്റഗറിയിലും എമൗണ്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ 2,000 കൂടെ നമ്മൾ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പം ഇതിൽ ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നത് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ 8,000 രൂപ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ്. ഇത് 4,000 രൂപ നമുക്ക് SIP ആയിട്ട് തുടരാം, 2,000 രൂപ നമ്മൾ PPF മാറ്റാം, 2,000 നമ്മൾ റിക്കറൻറ്റ് ഡെപ്പോസിറ്റിലോട്ട് മാറ്റാം. ഇതാണ് ശരിക്കും ഒരു കാറ്റഗറൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.